ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വർഷയ്ക്ക് വിശേഷമുള്ള കാര്യം അച്ചമ്മയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അതറിഞ്ഞ സന്തോഷത്തിൽ അച്ചമ്മ ചന്ദ്രോദയത്തിലോട്ട് ഓടി വരുവാണ്. അവിടെ എത്തിക്കഴിയുമ്പോഴേക്കും ശ്രുതിയെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ അച്ചമ്മ മനസ്സിലാക്കുവാണ്. ഇതേ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നത്തെ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വർഷയ്ക്ക് വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴേക്കും അച്ചമ്മക്ക് ഭയങ്കര സന്തോഷമാവാണ്. കാരണം തങ്ങളുടെ കുടുംബത്തിലോട്ട് അച്ചമ്മയ്ക്കൊരു പേരക്കുട്ടി വരാൻ പോവുകയാണ്. അച്ചമ്മയുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്. തൻ്റെ 3 മക്കളോടും ആൺമക്കളോടും മരുമക്കളോടും ഒക്കെ അച്ചമ്മ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിനെ തനിക്ക് തരണം, നിങ്ങളുടെയൊക്കെ കുഞ്ഞുങ്ങളെ കാണണം എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നൊക്കെ അച്ചമ്മ പറയുന്നുണ്ട്. അതുമാത്രമല്ല, വിവാഹം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടും കുട്ടികളൊന്നും ആർക്കും ആവാത്തപ്പോഴേക്കും അച്ചമ്മ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ആദ്യം ഒരു കുഞ്ഞിനെ തൻ്റെ കയ്യിൽ വെച്ച് തരുന്ന ആൾക്ക് തൻ്റെ സ്വത്തൊക്കെ എഴുതി തരുമെന്ന്. ഇത് കേട്ടപ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെയും കണ്ണൊക്കെ തള്ളിപ്പോയായിരുന്നു. പക്ഷേ ആദ്യം കല്യാണം കഴിഞ്ഞ 2 പേർക്കും കുട്ടികളുണ്ടാവാതെ അവസാനം കല്യാണം കഴിഞ്ഞ നമ്മുടെ വർഷക്കും ശ്രീകാന്തിനുമാണ് ആദ്യത്തെ കുഞ്ഞുണ്ടാവാൻ പോകുന്നത്. അതിൻ്റെ സന്തോഷത്തിലാണ് വീട്ടിലുള്ള എല്ലാവരും. ശ്രുതിക്ക് നല്ല സങ്കടമുണ്ട്. കാരണം ആദ്യത്തെ കുട്ടി തൻ്റെ ആവണമെന്ന് ശ്രുതിക്ക് നിർബന്ധമായിരുന്നു. കാരണം എന്നാലല്ലേ അച്ചമ്മയുടെ സ്വത്തൊക്കെ തനിക്ക് കിട്ടത്തുള്ളൂ. ചന്ദ്രയുടെ പോലെ തന്നെ ശ്രുതിക്കും പൈസയിലാണ് നല്ല ആർത്തിയുള്ളത്. അങ്ങനെ അച്ചമ്മ ഒരുപാട് മധുര പലഹാരങ്ങളും വീട്ടിലുണ്ടാക്കിയ നമ്മുടെ ഉണ്ണിയപ്പം, അച്ചപ്പം, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ വർഷയെ കാണാൻ വേണ്ടി വരുവാണ്. ഭയങ്കര സന്തോഷത്തിലാണ്. ഒരുപാട് സഞ്ചി പലഹാരങ്ങളൊക്കെ ആയിട്ടാണ് അച്ചമ്മ വരുന്നത്. അച്ചമ്മയെ കാണുന്നതും വീട്ടിലുള്ള എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. അച്ചമ്മ വീട്ടിലെത്തിയതും ആദ്യം അന്വേഷിക്കുന്നത് വർഷയാണ്. അപ്പോൾ ഇതിൽ കുശുമ്പുകാരെ സച്ചി ചോദിക്കുന്നുണ്ട്, കണ്ടോ ഇപ്പോൾ എന്നെ ഒന്നും ആവശ്യമില്ല, വർഷയെ മതി എന്ന് പറയുമ്പോഴേക്കും അച്ചമ്മ പറയുന്നുണ്ട്, നിന്നെ ആവശ്യമില്ലെന്ന് ആര് പറഞ്ഞടാ, വർഷക്കല്ലേ വിശേഷമായിരിക്കുന്നത്, എനിക്ക് അവളെ ആദ്യം ഒന്ന് കാണണം, ഇനി എൻ്റെ മനസ്സൊക്കെ നിറഞ്ഞിരിക്കുക, എവിടെ എൻ്റെ മോളെന്നൊക്കെ പറഞ്ഞിട്ട് വർഷയുടെ അടുത്ത് പോയി വർഷയെ ഒരുപാട് പുഞ്ഞാരിക്കുന്നൊക്കെയുണ്ട് നമ്മുടെ അച്ചമ്മ. പക്ഷേ വർഷയുടെ മുഖത്തൊരു സന്തോഷം കാണാത്തതുകൊണ്ട് തന്നെ അച്ചമ്മ അതിൻ്റെ കാരണമൊക്കെ തിരക്കുന്നുണ്ട്. പക്ഷെ വർഷം ഒന്നും വിട്ടു പറയുന്നില്ല കേട്ടോ. വർഷം ഇങ്ങനെ വിഷമിച്ച് തന്നെ ഇരിക്കുവാണ്. അപ്പോൾ നമ്മുടെ രേവതി പറയുന്നുണ്ട്, അച്ചമ്മേ അത് പിന്നെ ആദ്യത്തെ ആ ഒരു ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു വാട്ടോ അവളുടെ മുഖത്തെന്നൊക്കെ പറഞ്ഞ് രേവതി സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, മോളെ രേവതി, നീ വേണം ഇവളെ പൊന്നുപോലെ നോക്കാൻ, നമ്മുടെ കുടുംബത്തിലെ ആദ്യത്തെ കുട്ടിയാ കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും അച്ചമ്മ ഉപദേശിക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ അച്ചമ്മ മധുരമൊക്കെ കൊണ്ടുവന്നത് നമ്മുടെ വർഷയ്ക്ക് വെച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ എല്ലാവരും ഉള്ളപ്പോൾ ശ്രുതിയെ മാത്രം കാണുന്നില്ല. അപ്പോൾ അച്ചമ്മ ചോദിക്കുന്നുണ്ട്, എടാ ശ്രുതി, നിന്റെ ഭാര്യ എവിടെയാടാന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി നിന്ന് പരിങ്ങുവാണേ. ചന്ദ്രയുടെ മുഖത്തോട്ട് നോക്കുമ്പോഴേക്കും ചന്ദ്രയും അങ്ങോട്ട് വിക്കി കളിക്കുവാണ്. അപ്പോൾ അച്ചമ്മ വീണ്ടും ചോദിക്കുന്നുണ്ട്, ശ്രുതി, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ, നിന്റെ ഭാര്യ എവിടെയെന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രയാണ് ഉത്തരം പറയുന്നത്. അത് പിന്നെ അവൾ ബാംഗ്ലൂരിൽ ഒരു ബ്രൈഡിനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുക, 2 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ എന്ന് പറയുവാണ്. അപ്പോൾ അച്ചമ്മക്ക് ചന്ദ്രയുടെയും ശ്രുതിയുടെ മുഖഭാവം കാണുമ്പോൾ എന്തൊക്കെയോ കള്ളത്തരം അപ്പം തന്നെ മണക്കുന്നുണ്ട്. പക്ഷേ ഒന്നും ചോദിക്കുന്നൊന്നുമില്ല. ആ സന്തോഷത്തിൻ്റെ ഇടയിൽ അച്ചമ്മ വർഷയെ തന്നെ ലാളിച്ചുകൊണ്ടിരിക്കുകയാണ്. തൽക്കാലത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞ ആ കള്ളം വിശ്വസിച്ചു എന്നുള്ള അഭിനയിക്കുവാണ് നമ്മുടെ അച്ചമ്മ. പക്ഷെ അച്ചമ്മക്ക് മനസ്സിലായിട്ടുണ്ട് എന്തോ ഒന്ന് നടന്നിട്ടുണ്ട്. കാരണം ശ്രുതിയുടെ മുഖത്ത് നിന്ന് അത് കറക്റ്റായിട്ട് വായിച്ചെടുക്കായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, അമ്മ ഇനി എന്നാ തിരിച്ച് നാട്ടിലോട്ട് പോകുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും അച്ചമ്മ ചോദിക്കുന്നുണ്ട്, നിനക്കെന്താ ഞാൻ വന്നപ്പോൾ തന്നെ എന്നെ പറഞ്ഞേക്കാൻ ധൃതിയായോ ചന്ദ്രേ, ഞാൻ കുറച്ച് ദിവസം എൻ്റെ മോളുടെ കൂടെ നിന്ന് സമയം ചെലവഴിച്ചിട്ട് ഈ കുഞ്ഞിനെയൊക്കെ ഒന്ന് നല്ലോണം നോക്കിയിട്ടൊക്കെ പോവത്തുള്ളൂ എന്നൊക്കെ പറയുവാണ് അച്ചമ്മ. അത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രക്ക് ദേഷ്യം വരുവാണേ. ഹോ, ഈ തള്ള പോകുന്നുമല്ലേ, ഞാൻ 2 ദിവസം ശ്രുതി മേക്കപ്പിന് പോയിരിക്കുവാണെന്നല്ലോ പറഞ്ഞിരിക്കുന്നത്, ഇനി 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ചോദ്യങ്ങൾ ഉയരുമല്ലോ എന്നൊക്കെ ടെൻഷൻ അടിക്കുവാണ് ചന്ദ്ര. അപ്പോൾ അച്ചമ്മ വീണ്ടും പറയുന്നുണ്ട്, ഇവിടെ വന്നിട്ട് ശ്രുതിയെ കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ, 2 ദിവസം കഴിയട്ടെ, അവൾ വന്നിട്ടേ ഞാൻ പോവത്തുള്ളൂ എന്നൊക്കെ പറയുവാണ്. അത് കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്രയും ശ്രുതിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുവാണേ. രവീന്ദ്രൻ നിന്ന് പരിങ്ങുവാണ്. കാരണം ചന്ദ്രയെ പിടിച്ചിട്ട് രവീന്ദ്രനും സത്യങ്ങളൊന്നും അച്ചമ്മയോട് പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ 1 ദിവസം കഴിയും, 2 ദിവസം കഴിഞ്ഞിട്ടും ശ്രുതിയെ കാണാതാവുമ്പോൾ അച്ചമ്മ ചോദിക്കുന്നുണ്ട്, ചന്ദ്രേ എവിടെ ശ്രുതി, അവളുടെ മേക്കപ്പ് ഒന്നും കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അത് പിന്നെ അവൾ വരും, അവിടെ റിസപ്ഷൻ പരിപാടിയും കൂടിയുണ്ട്, അതിൻ്റെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോഴേക്കും അച്ചമ്മ പറയുന്നുണ്ട്, നീ ഫോൺ വിളിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ, ഞാൻ സംസാരിക്കാം അവളോടെന്നൊക്കെ പറയുവാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അമ്മയൊന്നും സംസാരിക്കണ്ട, അവളെ വിളിക്കുകയും വേണ്ട
എന്ന് പറയുവാണ്. അപ്പോൾ അച്ചമ്മക്ക് നല്ല ഡൗട്ട് അടിക്കുവാണേ. നീ എന്താ ചന്ദ്രയെ പറഞ്ഞേ? അവളെ വിളിക്കണ്ടെന്നോ? അപ്പോൾ നമ്മുടെ ചന്ദ്ര വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട്, കാരണം 2 ദിവസവും കഴിഞ്ഞു, 3 ദിവസവും കഴിഞ്ഞു, ഇനിയും എന്ത് പറഞ്ഞിങ്ങനെ നീട്ടിക്കൊണ്ട് പോകും. അമ്മയാണെങ്കിൽ ശ്രുതിയെ കണ്ടേ പോളൂ എന്നുള്ളൊരു ഭാവത്തിലുമാണ്. അപ്പോൾ വേറെ നിവർത്തിയൊന്നും ഇല്ലാതെ ആവുമ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, അമ്മേ അവളൊരു പെരുങ്കള്ളിയാമ്മേ, ഈ കുടുംബത്തിലുള്ള എല്ലാവരെയും അവൾ പറ്റിക്കുമായിരുന്നു എന്നൊക്കെ പറയുവാണ്. അപ്പോൾ അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, നീ എന്താ ചന്ദ്ര ഈ പറയുന്നേ? അപ്പോഴേക്കും രവീന്ദ്രൻ ബാക്കി കഥകളൊക്കെ പറയുവാണേ. അമ്മേ, അത് പിന്നെ അവള് മലേഷ്യക്കാരിയൊന്നും അല്ലായിരുന്നു അമ്മേ, അവള് ഈ നാട്ടിൽ ജനിച്ചു വളർന്നൊരു കുട്ടിയാണ്. അവളുടെ അച്ഛൻ മലേഷ്യയിലോ അവിടുത്തെ വലിയ പണക്കാരനോ ഒന്നുമല്ല, അവൾ നമ്മളെ എല്ലാവരെയും പറ്റിക്കുമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും അച്ഛമ്മക്കത് ഭയങ്കര ഷോക്കാവുകയാണേ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഇത് വീടാണോ അതോ വല്ല നാടകവേദിയാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരു പെണ്ണ് ഒരു കുടുംബത്തിലെ മൊത്തം ആളുകളെ പറ്റിച്ചിരിക്കുന്നു എന്നോ? എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് എന്നിട്ട് അവൾ എവിടെയെന്ന് ചോദിക്കുവാണ് അച്ഛമ്മ വീണ്ടും. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോഴേക്കും ഈ ചന്ദ്ര അവളെ കഴുത്തിന് പിടിച്ച് പുറത്താക്കി എന്ന് പറയുവാണ്. അപ്പോഴേക്കും അച്ഛമ്മക്ക് അങ്ങോട്ട് ദേഷ്യം വരുവാണേ. നീ എന്താ ചന്ദ്ര ഈ കാണിച്ചിരിക്കുന്നത്? കഴുത്തിന് പിടിച്ച് പുറത്താക്കിയിരിക്കുന്നു എന്നോ? അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, അത് മാത്രമല്ലമ്മേ, അവളെ ഒരുപാട് തല്ലിന്നും കൂടി പറയുമ്പോഴേക്കും നമ്മുടെ അച്ഛമ്മക്ക് നല്ല ദേഷ്യം വരുവാണ്. ചന്ദ്രേ, അവൾ ഈ വീട്ടിലെ മരുമകളാ, ഈ വീട്ടിൽ ജീവിക്കാൻ വന്നവളാ, അവളെ പുറത്താക്കാനുള്ള അധികാരം നിനക്കൊരിക്കലും ഇല്ല. എടാ സുധി, നീ അവളുടെ ഭർത്താവ് തന്നെയാണോടാ? ഇവൾ ഇങ്ങനെയൊക്കെ അവളെ ഉപദ്രവിക്കുമ്പോഴേക്കും നീ അതൊക്കെ നോക്കി നിന്നോ? കഷ്ടം തന്നെ സുധി എന്നൊക്കെ പറഞ്ഞ് അച്ഛമ്മ സുധിയെയും ചീത്ത പറയുന്നുണ്ട്. അവൾ എന്തിനാ ഇത്തരത്തിലുള്ള കള്ളങ്ങളൊക്കെ പറഞ്ഞതെന്ന് നിങ്ങൾ ആരെങ്കിലും അവളോട് ചോദിച്ചായിരുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ടേ, അതൊക്കെ എന്തിനാ ഞങ്ങൾ അന്വേഷിക്കുന്നത്? അവൾ വീണ്ടും ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞ് ഞങ്ങളെ വീണ്ടും വീണ്ടും പറ്റിക്കും. എനിക്ക് ഇനി അവളുടെ വായിൽ നിന്നും ഒരു വാക്ക് പോലും കേൾക്കണ്ട. വായ തുറന്നാ പറയുന്നത് കള്ളം മാത്രമാണെന്ന് ചന്ദ്ര പറയുമ്പോഴേക്കും അച്ഛമ്മ സുധിയോടായിട്ട് ചോദിക്കുന്നുണ്ടേ, എടാ ഇപ്പോൾ അവൾ എവിടെയുണ്ടെന്ന് ചോദിക്കുമ്പോഴേക്കും സുധി ഒന്നും മിണ്ടുന്നില്ലേ? എനിക്കറിയില്ല എന്ന് പറയുവാണ്. എന്നിട്ട് അപ്പോൾ അച്ഛമ്മ ചോദിക്കും, അറിയില്ലെന്നോ? നിന്റെ ഭാര്യയെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്, അല്ലാതെ വേറെ വല്ലവരുടെയും ഭാര്യയെക്കുറിച്ചല്ല. അവൻ പറയുന്നത് കേട്ടില്ലേ, അറിയില്ലെന്ന്. അപ്പോഴേക്കും സുധി പറയുന്നുണ്ട്, അവള് വേറെ എവിടെ പോവാനാ? അവളുടെ ആ കൂട്ടുകാരത്തി മീരയുടെ വീട്ടിൽ കാണുമെന്ന് പറയുവാണ്. എന്നാൽ നീ ഇപ്പം തന്നെ അവളെ പോയി വിളിച്ചോണ്ട് വരണം എന്ന് അച്ഛമ്മ പറയുമ്പോഴേക്കും സുധി ചന്ദ്രയുടെ മുഖത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയും, വിളിച്ചോണ്ട് വരാനോ? എന്ത് കാര്യത്തിന്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുവാണ്. അപ്പോൾ സുധിയും പറയുന്നുണ്ട്, അതെ അതെ, ഞാൻ വിളിച്ചോണ്ടൊന്നും വരില്ല. ഞാൻ അങ്ങനെ അവളുടെ മുമ്പിൽ പോയി ചെറുതായി നിൽക്കേണ്ട കാര്യവുമില്ല. തെറ്റ് ചെയ്തത് അവളാ, അതുകൊണ്ട് ഞാൻ പോയി അവളെ കൂട്ടിക്കൊണ്ട് വരില്ല എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അച്ഛമ്മ പറയുന്നുണ്ട്, എടാ സുധി, നിന്നോട് ഞാനാ പറയുന്നേ, അവളെ എന്നാൽ ഫോണെങ്കിലും വിളിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ പറയാന്ന് പറയുവാണ്. സുധി വീണ്ടും അപ്പം ചന്ദ്രയെ നോക്കുന്നുണ്ട്. അച്ഛമ്മ 2-3 ചീത്ത ശ്രുതിയെ വിളിക്കുമ്പോഴേക്കും ശ്രുതി ഫോൺ എടുത്ത് ശ്രുതിയെ വിളിക്കുവാണ്. ശ്രുതി വിളിക്കുമ്പോഴേക്കും ശ്രുതി ഓടിപ്പോയി ഫോൺ എടുക്കുന്നൊക്കെയുണ്ട്. ശ്രുതി എന്ന് വിളിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അത് പിന്നെ അച്ഛമ്മ നിന്നോട് വീട്ടിലോട്ട് വരാൻ പറഞ്ഞു എന്ന് പറയുവാണ് ശ്രുതി. അത് കേൾക്കുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, ഓഹോ, അപ്പോൾ നിനക്കായിട്ട് തോന്നിയിട്ട് വിളിച്ചതല്ലല്ലേ, അച്ഛമ്മ പറഞ്ഞിട്ട് വിളിച്ചതാണെന്ന് പറയുമ്പോഴേക്കും ശ്രുതി വീണ്ടും പറയുന്നുണ്ട്, ശ്രുതി നിന്നോട് എത്രയും വേഗം വരാൻ പറഞ്ഞു എന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി ഞാൻ വന്നേക്കാം, പക്ഷേ എനിക്കൊരു അപേക്ഷയുണ്ട്. ആ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്നെ നിന്റെ അമ്മ തല്ലാനോ ചീത്ത പറയാനോ ഒന്നും പാടില്ല എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ഒന്നും മിണ്ടാതെ നിൽക്കുവാണേ. അപ്പോൾ അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, എന്താടാ ശ്രുതി നീ ഒന്നും മിണ്ടാത്തെ, അവൾ വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, അല്ല അച്ഛമ്മേ, അവൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അവളെ ആരും തല്ലാനോ ചീത്ത പറയാനോ പാടില്ലെന്നാ പറയുന്നതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട്. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, അവളെ ആര് തല്ലാനാ? അവളെ ആരും തല്ലാൻ പോകുന്നില്ല, അവളോട് ധൈര്യമായിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറയാന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അച്ഛമ്മ പറഞ്ഞു നീ ഇങ്ങോട്ടേക്ക് വരാൻ, നിന്നെ ആരും തല്ലാനൊന്നും പോകില്ലെന്നാ അച്ഛമ്മ പറയുന്നത്, ധൈര്യമായിട്ട് വാന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി എന്നെ ചീത്ത പറയാനുള്ള അവകാശം നിനക്കുണ്ട്, പക്ഷെ നിന്റെ അമ്മയ്ക്കില്ല എന്നൊക്കെ പറയുവാണ് ശ്രുതി. എന്നിട്ട് ഫോണൊക്കെ വെക്കുന്നുണ്ട്. അപ്പോഴേക്കും പിന്നെ എല്ലാവരും ശ്രുതിക്കായിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. ചന്ദ്രയാണെങ്കിലോ രവീന്ദ്രനെ മുറിയിലോട്ട് വിളിച്ചുകൊണ്ട് പോയിട്ട് ചീത്ത പറയുന്നുണ്ട്, ദേ ആ വരാൻ പോകുന്നത് എൻ്റെ മരുമകളാ, അവളെ ചീത്ത പറയാനുള്ള അവകാശം എനിക്ക് മാത്രമാണ്, എനിക്കിപ്പോഴും അവളോടുള്ള ദേഷ്യം മാറിയിട്ടില്ല, എന്തൊക്കെ ചെയ്യുന്ന എനിക്കൊരു ഐഡിയ ഇല്ല, എന്നെ തടയാൻ ആരും വരരുതെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, നീ എന്താ അവളെ ചെയ്യാൻ പോകുന്നത് ചന്ദ്രേ, നമുക്ക് സംസാരിച്ച് ആദ്യം ഒരു തീരുമാനത്തിലെത്താമെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, എന്ത് തീരുമാനത്തിലെത്താൻ? അപമാനിക്കപ്പെട്ടത് ഞാനാ, എല്ലാവരുടെ മുമ്പിലും അവളെ തലയിൽ കയറ്റി വെച്ചാൽ ഞാൻ കൊണ്ടു നടന്നത്, അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അപമാനം നേരിട്ടത് ഞാനാ, ഇത് ഞാൻ സഹിക്കില്ല രവിയേട്ടാ, ഞാൻ അവളെ കണ്ട എന്ത് ചെയ്യും എനിക്ക് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ആരും എന്നെ തടയാൻ വരരുതെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ അമ്മയുണ്ട് ചന്ദ്രേ, നീ ആവശ്യമില്ലാത്തൊന്നും ചെയ്യരുതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, നിങ്ങളുടെ അമ്മ അവിടെ ഇരിക്കട്ടെ, അവളുടെ അമ്മായിയമ്മ ഞാനാന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും, നിന്റെ അമ്മായിയമ്മ പക്ഷേ എൻ്റെ അമ്മയാ, അത് നീ മറക്കരുതെന്ന് പറഞ്ഞിട്ട് ആ സംഭാഷണം അവിടെ അവസാനിക്കുകയാണ്. ചന്ദ്രയാണെങ്കിൽ ഇങ്ങനെ ദേഷ്യം കയറി നിൽക്കുവാണേ. അങ്ങനെ നമ്മുടെ ശ്രുതി പങ്ങി പരിങ്ങിയൊക്കെ ചന്ദ്രോദയത്തിൽ വീണ്ടും കാലെടുത്ത് വെക്കുവാണ്.
വരുവാണ്. ശ്രുതിയെ കാണുന്നതും ചന്ദ്രയുടെ മുഖഭാവമൊക്കെ അങ്ങോട്ട് മാറുവാണ്. വീട്ടിലെല്ലാവരും ഇങ്ങനെ ഹോളിൽ ഇങ്ങനെ ശ്രുതിയും നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അച്ഛമ്മ പറയുന്നുണ്ട്, എടാ ശ്രുതി, നീ അവളെ അകത്തോട്ട് വിളിക്കുമെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി ചന്ദ്രയുടെ മുഖത്തോട്ട് വീണ്ടും നോക്കുന്നുണ്ട് പേടിച്ചിട്ട്. അപ്പോൾ അച്ഛമ്മ പറയും, വിളിക്കാനല്ലേ പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അച്ഛമ്മ പറഞ്ഞത് കേട്ടില്ലേ, അകത്തോട്ട് കയറി വാ എന്ന് പറയുവാണ്. ശ്രുതി കയറുന്നില്ലേ, അവിടെ തന്നെ നിൽക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, കയറി വാ മോളെ എന്ന് പറയുവാണ്. അങ്ങനെ ശ്രുതി അകത്തോട്ട് കയറി വരുവാണേ. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഒരു നല്ല വാർത്ത കേട്ടിട്ടാണ് ഞാൻ ഈ വീട്ടിലോട്ട് വന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ആ നല്ല വാർത്തയോടൊപ്പം വേറൊരു വാർത്തയും കൂടി കേൾക്കാൻ സാധിച്ചു. കഥകളൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ഒന്നും മിണ്ടാതെ തലയും കുമ്പിട്ട് തന്നെ നിൽക്കുവാണേ. എന്നിട്ട് നമ്മുടെ അച്ഛമ്മ പറയുന്നുണ്ട്, ചന്ദ്രേ, വീട്ടിലൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് പരിഹാരം എടുക്കേണ്ടവൾ നീയാ. നീ തന്നെ ഈ പ്രശ്നം വളരെ വലുതാക്കുകയാണ് ചെയ്തതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അമ്മ എന്തൊക്കെയാ പറയുന്നത്, ഞാൻ എന്തോ തെറ്റ് ചെയ്ത പോലെയാണല്ലോ അമ്മ സംസാരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അച്ഛമ്മ പറയുന്നുണ്ട്, ചന്ദ്രേ, നീ ഈ വീടിൻ്റെ ഗ്രഹനാഥയല്ലേ, അപ്പോൾ പിന്നെ നീയല്ലേ എല്ലാവരെയും നന്മകൾ പറഞ്ഞ് മുന്നോട്ട് നടത്തേണ്ടത്. അങ്ങനെയല്ല നീ ചെയ്തത്. ഒരാളെ തലയിൽ വെക്കുകയും വേറൊരാളെ ചവിട്ടി താഴ്ത്തുകയാണ് ചെയ്തത്. നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ 3 മരുമക്കളെയും ഒരുപോലെ കാണണം എന്ന്. പക്ഷെ നീ അത് ചെയ്തില്ല. അതിന് ദൈവം തന്ന ശിക്ഷ ഏതെന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രക്ക് ദേഷ്യം വരുന്നുണ്ടേ. അമ്മേ, ഞാൻ എന്തോ തെറ്റ് ചെയ്ത പോലെയാണല്ലോ അമ്മ സംസാരിക്കുന്നത്. വായെടുത്ത കള്ളം മാത്രം പറഞ്ഞ് ഈ കുടുംബത്തിലുള്ളവരെയൊക്കെ പറ്റിച്ചത് അവളാ. അവളെ ചീത്ത പറയാതെ എന്നെയാണോ അമ്മ മോശക്കാരിയാക്കി സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ അച്ഛമ്മ പറയുന്നുണ്ടേ, അവൾ ചെയ്തത് തെറ്റ് തന്നെയാ. പക്ഷേ അവൾ എന്തിനാ തെറ്റ് ചെയ്തതെന്ന് നീ ചോദിക്കണമായിരുന്നു. ഇതൊന്നും ചോദിക്കാതെ അവളെ നീ കഴുത്തിന് പിടിച്ച് പുറത്താക്കി. ഈ കുടുംബത്തിലെ മരുമകളാ അവള്, ഈ വീട്ടിൽ താമസിക്കേണ്ടവള്. അവളെ അങ്ങനെ നീ പുറത്താക്കാൻ പാടില്ലായിരുന്നു ചന്ദ്രയെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, പിന്നെ ഞാൻ അവൾ എന്ത് ചെയ്യണം, മടിയിലിരുത്തി കൊഞ്ചിക്കണമെന്ന് പറഞ്ഞ് അച്ഛമ്മയും ചന്ദ്രയും തമ്മിൽ പരസ്പരം വഴക്കിടുവാണ്. ലാസ്റ്റ് ചന്ദ്ര പറയുന്നുണ്ടേ, ദേ, ഇവളെ കാണുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള ദേഷ്യമൊക്കെ പുറത്തോട്ട് വരിക. രേവതി, ആ ചട്ടകം എടുത്തോണ്ട് വാ, എനിക്ക് ആ കള്ളം പറയുന്ന അവളുടെ നാവൊന്ന് പൊള്ളിക്കണം എന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ആൻറ്റിക്ക് ചെയ്യാൻ പറ്റില്ല, അതൊക്കെ ഗാർഹിക പീഡനമാ, ആൻറ്റിയെ പോലീസ് പിടിച്ചോണ്ടും പോകുമെന്ന് പറയുവാണ്. അപ്പോൾ ചന്ദ്രക്ക് ദേഷ്യം വരുന്നുണ്ട് വർഷയുടെ വർത്താനം കേൾക്കുമ്പോഴേക്കും, നീ എന്നെ ഉപദേശിക്കാനൊന്നും വരണ്ട, എടി കള്ളി, ഇറങ്ങിപ്പോടി, നീ എന്ത് ധൈര്യത്തിലാണ് വീണ്ടും ഇങ്ങോട്ട് കയറി വന്നത്, എനിക്ക് നിന്നെ കാണുമ്പോഴുണ്ടല്ലോ എന്ന് പറഞ്ഞ് ചന്ദ്ര വീണ്ടും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ് ശ്രുതിയോട്. എന്നിട്ട് ശ്രുതിനോട് പറയുന്നുണ്ട്, എടാ ശ്രുതി, പോയി അവളെ 2 തല്ലടാ, നീ എന്താ ഇങ്ങനെ അനങ്ങാതിരിക്കുന്നെന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ വർഷം വീണ്ടും പറയുന്നുണ്ട്, ശ്രുതിയേട്ടാ, ഭാര്യയെ തല്ലാൻ പാടില്ല, അതും ഒരു ഗാർഹിക പീഡനമാണ്, പോലീസ് പിടിച്ചോണ്ടും പോകുമെന്ന് പറയുമ്പോൾ ചന്ദ്രക്ക് ഒന്നുകൂടെ ദേഷ്യം വരുവാണേ. നീ കുറേ നേരം ആയാലൂടി പോലീസിനെ പറഞ്ഞ് പേടിപ്പിക്കുന്നത്, എനിക്ക് ആരെയും പേടിയില്ല, ഇനി ഇവളെ തല്ലിയിട്ട് എന്നെ പോലീസ് പിടിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ കൊണ്ടോട്ടെ, എനിക്കൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര പോയി നമ്മുടെ ശ്രുതിയെ കുറേ തല്ലുവാണേ. അച്ചമ്മയൊക്കെ കുറേ പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ട്, ചന്ദ്രേ, അവിടെ തല്ലല്ലേ, ഞാനല്ലേ പറയുന്നെന്നൊക്കെ പറയുന്നിട്ടൊന്നും ചന്ദ്ര കേൾക്കുന്നില്ലേ. ശ്രുതിയെ നല്ല തല്ല് വീണ്ടും തല്ലുവാണ്. എങ്ങനെ തോന്നിയതടി നിനക്ക് എന്നെ പറ്റിക്കാൻ, എങ്ങനെ കള്ളങ്ങൾ പറഞ്ഞ് ഞങ്ങളെ കോമാളികളാക്കിയടി, നിനക്കതൊരു രസമായിരുന്നല്ലേ, നീ ഒരു സൈക്കോ ആണോടി എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് തല്ലുന്നുണ്ട്. ലാസ്റ്റ് അച്ചമ്മയും എല്ലാവരും ചന്ദ്രയെ പിടിച്ച് മാറ്റുന്നുണ്ട്. എന്നിട്ട് അച്ചമ്മ ശ്രുതിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, ശ്രുതി, നീ എന്തിനാ ഇത്രയും കള്ളം പറഞ്ഞത്, ഒരു കുടുംബത്തെ മൊത്തം പറ്റിച്ചത് എന്തിനാന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, അച്ചമ്മേ, അത് പിന്നെ ഞാൻ ശ്രുതിക്ക് വേണ്ടിയിട്ടാണ് ഈ കള്ളങ്ങൾ മൊത്തം പറഞ്ഞതെന്നൊക്കെ പറയുവാണ്. അപ്പോൾ അച്ചമ്മ ചോദിക്കുന്നുണ്ട്, ശ്രുതിക്ക് വേണ്ടിയിട്ടോ? അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അതെ അച്ചമ്മേ, എനിക്ക് ശ്രുതിയെ അത്രയ്ക്ക് ഇഷ്ടമാണ്, പക്ഷേ ആൻറ്റി ശ്രുതിയെ ഒരു പണക്കാരിയെ കൊണ്ട് മാത്രമേ കെട്ടിക്കുള്ളൂ എന്നെനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കള്ളം പറഞ്ഞതെന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ശ്രുതി ചേച്ചി മലേഷ്യയിലെ കോടീശ്വരൻ്റെ മകളല്ലേ? അപ്പോൾ ശ്രുതി ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടും പറയുന്നുണ്ട്, ഞാൻ ജനിച്ചത് മലേഷ്യയിൽ തന്നെയാണെന്ന് വീണ്ടും അടുത്ത കള്ളം പറയുവാണ്. പക്ഷെ തൻ്റെ അച്ഛൻ ഭയങ്കര കുടിയനായിരുന്നുവെന്നും തൻ്റെ അമ്മയെ എപ്പോഴും ഉപദ്രവിക്കുമായിരുന്നുവെന്നും വേറൊരു വിവാഹം കഴിച്ചു എന്നൊക്കെ പുതിയ കള്ളക്കഥ ഉണ്ടാക്കി പറയുവാണ് ശ്രുതി. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഇതുപോലൊരു മോളെ പ്രസവിച്ചാൽ വേറെ ബന്ധം തേടി പോവും, അങ്ങനെ പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ, നിൻ്റെ അച്ഛനല്ലേ അങ്ങനെയൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര വീണ്ടും അപമാനിക്കുവാണ്. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, ചന്ദ്രേ, നീ ഒന്ന് വായടച്ചും മിണ്ടാതിരിക്കുമോ, അവൾക്ക് പറയാനുള്ള കാരണങ്ങളൊക്കെ പറയട്ടെ, എന്താ ഇങ്ങനെ ഇത്രയും വലിയ കള്ളം പറഞ്ഞതെന്ന് അറിയണ്ടേ, നീ ഒന്നും മിണ്ടാതിരിക്കുക ചന്ദ്ര എന്നൊക്കെ പറഞ്ഞ് അച്ഛമ്മ വായടപ്പിക്കുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ടേ, അച്ഛൻ പോയി കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഭയങ്കര ഡിപ്രഷനിലായിരുന്നു, തിരിച്ചു കൊണ്ടുവരാൻ ഒരുപാട് നോക്കി, പക്ഷെ അച്ഛൻ വന്നില്ല, അമ്മയെ ഉപേക്ഷിച്ചു പോയ അച്ഛനെ എനിക്കും വേണ്ടെന്നായി, ഞാനും അന്ന് കുഞ്ഞായിരുന്നു, പിന്നെ ഞാൻ എൻ്റെ അച്ഛനെ കണ്ടിട്ടില്ല, അച്ഛനായിട്ട് ഒരു ബന്ധവും ഇല്ലായിരുന്നു ഞങ്ങൾക്ക്, അമ്മയാണെങ്കിലോ ഭയങ്കര ഡിപ്രഷനിലോട്ടൊക്കെ പോയി ഞങ്ങളെ വിട്ടു പോവുകയും ചെയ്തു എന്നൊക്കെ ശ്രുതി പറയുവാണ്. പിന്നെ താൻ വളർന്നതൊക്കെ ഒരു ഓർഫണേജിലാണ്, പിന്നെ അത്യാവശ്യം പ്രായമായപ്പോഴേക്കും ഒരു ജോലി തേടി ഇറങ്ങി,
അറിയാവുന്ന ജോലികളൊക്കെ ചെയ്തു, പാർലറിൽ പോയി പണിയെടുത്തു. അങ്ങനെ എനിക്ക് ഇവിടെ ആകെ പരിചയമുള്ളത് മീരയെ മാത്രമാണ്. മീരയുടെ വീട്ടിൽ ഞാൻ ഒരുപാട് നാൾ നിന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഓരോരുത്തർക്കും മസാജ് ചെയ്യാൻ പോകുമ്പോഴാണ് ബാം ആൻറ്റിയുടെ വീട്ടിലും പോയിരുന്നത്. അവിടെ വെച്ച് ബാം ആൻറ്റിയായിട്ട് കമ്പനിയായി. അതിൻ്റെ ഇടയിൽ സുധിയായിട്ട് ഞാൻ പരിചയപ്പെട്ടു. സുധിയെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സുധി എനിക്കൊരു തുണയായി എനിക്ക് എന്നും കൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നി. എനിക്ക് ചെറുപ്പത്തിൽ ഒരാളിൽ നിന്ന് പോലും സ്നേഹമോ കരുതലോ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ സുധിയിൽ നിന്നൊക്കെ അതെനിക്ക് കിട്ടിയിരുന്നു. സുധി എനിക്ക് ജീവിതകാലം മുഴുവൻ വേണം എന്ന് തോന്നി. സുധിയെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എന്നൊക്കെ ശ്രുതി പറയുവാണ്. അങ്ങനെ ബാമാൻറ്റിയുടെ വീട്ടിൽ മസാജിങ്ങിന് പോയപ്പോഴാണ് ഞാൻ ചന്ദ്ര ആൻറ്റിയെ പരിചയപ്പെടുന്നത്. ചന്ദ്ര ആൻറ്റിയുടെ വർത്തമാനത്തിലുള്ള സുധി ചന്ദ്ര ആൻറ്റിയുടെ മകനാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ തൻ്റെ മകനെ ഒരു കോടീശ്വരിയെ കൊണ്ട് മാത്രമേ ആൻറ്റി കെട്ടിക്കുള്ളൂ എന്ന് ആൻറ്റിയുടെ സംസാരത്തിൽ നിന്നും മനസ്സിലാക്കിയപ്പോഴേക്കും അങ്ങനെയൊരു കള്ളം എനിക്ക് പറയേണ്ടി വന്നു. സുധിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും അച്ചമ്മ നമ്മുടെ ചന്ദ്രയെ നോക്കുന്നുണ്ടേ. കേട്ടല്ലോ, നിൻ്റെ മോനോടുള്ള സ്നേഹം കൊണ്ട് അവൾ ഈ കള്ളങ്ങളൊക്കെ പറഞ്ഞതെന്ന് പറയുവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, മോളെ എന്നാൽ കല്യാണത്തിന് ശേഷമെങ്കിലും നിനക്ക് സത്യങ്ങളൊക്കെ പറഞ്ഞുകൂടായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അങ്കിൾ ഞാൻ പറയണം എന്ന് ഒരുപാട് കരുതിയതാ. പക്ഷെ ആൻറ്റിക്ക് എപ്പോഴും എൻ്റെ സ്വത്തിനെക്കുറിച്ചും എൻ്റെ അച്ഛനെക്കുറിച്ചും മാത്രമേ ചോദിക്കാനുള്ള നേരം ഉണ്ടായിരുന്നുള്ളൂ. വേറൊന്നും എന്നെപ്പറ്റി ചോദിക്കാനേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഓരോന്നും ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ആ സമയത്ത് സിറ്റുവേഷനിൽ ഞാൻ ഓരോരോ പുതിയ കള്ളങ്ങൾ പറഞ്ഞു പോയതാ. ഇനിയൊന്നും ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മലേഷ്യയിൽ നിന്ന് എൻ്റെ ഇളയച്ചനാണെന്ന് പറഞ്ഞ് ബീരാനിക്കയെ കൊണ്ടുവന്നത്. പക്ഷേ ബീരാനിക്കയെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും അമ്മയുടെ നോട്ടം പണത്തിൽ തന്നെയായിരുന്നു. ഈ വീട്ടിൽ എന്ത് പണത്തിൻ്റെ ആവശ്യം വന്നാലും എൻ്റെ അച്ഛനോട് ചോദിക്കുന്ന ആൻറ്റി പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ചോദിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ അച്ഛൻ ജയിലിലാണെന്ന് പറയേണ്ടി വന്നത്. പിന്നീടും അതേ തുടർന്ന് എപ്പോൾ അച്ഛൻ റിലീസാവും, കേസ് എന്താ എന്ന് ചോദിച്ച് ശല്യപ്പെടുത്തിയത് കൊണ്ടാണ് അച്ഛൻ മരിച്ചുപോയി എന്ന് കള്ളങ്ങൾ വരെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ശ്രുതി പൊട്ടിക്കരയുവാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്ര ചോദിക്കുന്നുണ്ടേ, അപ്പോൾ നിൻ്റെ കയ്യിൽ പണമൊന്നും ഇല്ലേ? നിൻ്റെ അച്ഛനായിട്ട് നിനക്ക് ബന്ധമൊന്നും ഇല്ലേ? നിൻ്റെ അച്ഛൻ ഇപ്പോൾ ശരിക്കും എവിടെയുണ്ട്? അങ്ങനെ ശരിക്കും മരിച്ചു പോയോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ടേ, അതെ, കുറച്ച് നാൾക്ക് മുമ്പ് മരിച്ചുപോയി. എവിടെ അങ്ങേര് ഇപ്പം താമസിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ടേ, അതൊന്നും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അങ്ങേരെ പറ്റി ഒന്നും അറിയത്തില്ല. ചെറുപ്പത്തിലേ മുറിഞ്ഞുപോയ ബന്ധുവാ. പിന്നെ ഞാനൊന്നും അന്വേഷിച്ചിട്ടില്ല. എൻ്റെ അമ്മയെ വേണ്ടാത്ത അയാളെ എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ശ്രുതി കരയുവാണേ. അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിനക്കിനി വരാൻ കയ്യിൽ സ്വത്തോ പണമോ ഒന്നുമില്ലെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അതെ, എൻ്റെ കയ്യിൽ പണമോ സ്വത്തോ ഒന്നുമില്ല. ഞാൻ പണക്കാരിയുമല്ല, കോടീശ്വരിയുമല്ല, മലേഷ്യക്കാരിയുമല്ല എന്നൊക്കെ പറഞ്ഞ് ശ്രുതി കരയുവാണ്. ചന്ദ്രയ്ക്ക് ഇത് കേൾക്കുമ്പോഴേക്കും ഒന്നുകൂടെ ദേഷ്യം വരുവാണ്. ഓ, ഇവിടെ അല്ലെങ്കിൽ തന്നെ ഒരു പൂകെട്ടുന്നവളുണ്ട്, ഇവൾ അതിലും ദാരിദ്ര്യം പിടിച്ചവളാണോ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും തല്ലുവാണ് ശ്രുതിയെ. അപ്പോഴേക്കും അച്ചമ്മ ചന്ദ്രയെ പിടിച്ചു മാറ്റിയിട്ട് പറയുന്നുണ്ട്, നിർത്ത് ചന്ദ്രേ, അവളെ തല്ലിയിട്ട് ഒരു കാര്യമില്ല. നിന്നെയാ ആദ്യം തല്ലേണ്ടത്. നിന്റെ അത്യാഗ്രഹ ഇതിനെല്ലാം കാരണം എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര വീണ്ടും ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ എൻ്റെ നെഞ്ചത്തോട്ട് കയറുന്നത്? കള്ളം പറഞ്ഞത് അവളല്ലേ ചീത്ത പറയേണ്ടതെന്ന് പറയുമ്പോഴേക്കും അച്ചമ്മ പറയുന്നുണ്ട്, അവൾ എന്തിനാ കള്ളം പറഞ്ഞത്? നിനക്ക് പണത്തോടുള്ള ആർത്തി മനസ്സിലാക്കിയത് കൊണ്ടാണ് അവൾ ആ കള്ളം പറഞ്ഞത്. അവൾ ആ സാധാരണക്കാരിയായിരുന്നെങ്കിൽ നീ ഒരിക്കലും നിന്റെ മോനെ കൊണ്ട് അവളെ കെട്ടിക്കില്ലായിരുന്നു. നിന്റെ ജീവിത ലക്ഷ്യം തന്നെ സുധി ഒരു പണക്കാരിയെ കൊണ്ട് കെട്ടിക്കണം എന്നായിരുന്നല്ലോ. അത് മനസ്സിലാക്കി അവൾ ആ അവസരം മുതലാക്കി ഇങ്ങനൊരു കള്ളക്കഥ ഉണ്ടാക്കി. ഇതിനെല്ലാം കാരണം നീയാ ചന്ദ്രേ. നിന്റെ അത്യാഗ്രഹം, നിന്റെ പണത്തോടുള്ള ആർത്തി, ഇനിയെങ്കിലും അതൊന്ന് അവസാനിപ്പിക്ക്. എല്ലാവരെയും ഒരുപോലെ കാണാൻ പഠിക്ക് എന്നൊക്കെ പറഞ്ഞ് അച്ചമ്മ ഒരുപാട് ചീത്ത പറയുന്നുണ്ട് ചന്ദ്രയെ. ചന്ദ്ര ദേഷ്യം കൊണ്ട് അങ്ങനെ നിൽക്കുവാണേ. എന്നിട്ട് അച്ചമ്മ ചോദിക്കുന്നുണ്ട്, ഇനി നിന്റെ ജീവിതത്തിൽ വേറെ വല്ല രഹസ്യങ്ങളുണ്ടോ? ഞങ്ങളോട് പറയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം പറയണം എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഇല്ല, എന്നെക്കുറിച്ചുള്ള എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെയാണ് എന്നെക്കുറിച്ചുള്ള സത്യങ്ങളെന്നൊക്കെ പറയുമ്പോഴേക്കും അച്ചമ്മ പറയുന്നുണ്ട്, നിനക്ക് ഈ വീട്ടിലെ കള്ളങ്ങളൊന്നും പറയാതെ ഒരു നല്ല മരുമകളായിട്ട് ഇനി തുടരാൻ പറ്റുമെങ്കിൽ നീ ഇവിടെ നിന്നു, അല്ലെങ്കിൽ പടി ഇപ്പോൾ ഇറങ്ങണം. ഇനി ഈ വീട്ടിലൊരു കള്ളത്തരം പോലും കാണിച്ചു പോകരുതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഇല്ല അച്ചമ്മേ, ഇനി ഞാൻ ഒരു കള്ളത്തരവും കാണിക്കില്ല. ഈ വീട്ടിലെ നല്ല മരുമകളായിട്ട് നിൽക്കാമെന്ന് പറയുവാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഈ വീട്ടിൽ നിൽക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ഇനി ഒരിക്കലും ഞാൻ നിന്നെ മരുമകളായി കാണില്ല എന്ന് പറയുവാണ്. അപ്പോൾ അച്ചമ്മ വീണ്ടും പറയുന്നുണ്ട്, ചന്ദ്രേ, നിന്നോടാ ഞാൻ പറഞ്ഞത്, നിന്റെ അത്യാഗ്രഹം നിർത്തിയില്ലെങ്കിൽ അത് നിനക്ക് നല്ലതുപോലെ ദോഷം ചെയ്യുന്നൊക്കെ പറഞ്ഞ് അച്ചമ്മ ഒരുപാട് ചീത്ത പറയുന്നുണ്ട് ചന്ദ്രയെ. അപ്പോൾ ഇതൊക്കെയാണ് ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.